ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ രുചികരമായിട്ടുള്ളതുമായ ഒരു നാടൻ അരിയുണ്ട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാണ് വരെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ അരി വറുത്തതൊക്കെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തരിയൊന്നും കൂടാതെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് ശർക്കരയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. തേങ്ങയുടെ അളവ് നമ്മൾ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം രുചിയും നമ്മൾ ഈ അരിയുണ്ടക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ തേങ്ങയും ശർക്കരയും നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ അരി പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നിങ്ങൾ ടേസ്റ്റ് നോക്കുക. മധുരമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. എനിക്കിവിടെ എന്തായാലും കറക്റ്റ് മധുരമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കട്ടൻ ചായയും അരി വറുത്തതും തേങ്ങയും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കാം കേട്ടോ. ഇത്രയും പണിയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാതെ തന്നെ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ എല്ലാം ഞാൻ ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.